കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എത്തിയിരുന്നു. അവിടെ പള്ളിക്കത്തോടിനടുത്ത് മഹാലക്ഷ്മി ഗോശാല, തുളു മഹാലക്ഷ്മി ഗോശാല, അവിടേക്ക് പോയിരുന്നു. അവിടെ ഈ പശുക്കളെ പരിപാലിക്കുന്ന മുകുന്ദ എന്ന ഒരു 10 വയസ്സുകാരി, ആ 10 വയസ്സുകാരിക്ക് സമ്മാനിക്കാൻ ഒരു പശുക്കിടാവിനെയും കരുതിയാണ് സുരേഷ് ഗോപി എത്തിയത്. കിടാവിന് നല്ലൊരു പേര് കിട്ടും അദ്ദേഹം. ഇവളാണ് മുകുന്ദ, ഈ ഗോശാലയുടെ സംരക്ഷക. കൂടെയുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മാനിച്ച പശുവാണ്. എന്താണ് സുരേഷിനെ വന്നപ്പോൾ പറഞ്ഞത്? നല്ല സന്തോഷം തോന്നി. പിന്നെ എനിക്ക് പശുക്കിടാവിനെ തന്നു. സുരേഷ് അങ്കിള് തന്നെ രമണി എന്ന് പേരിട്ടു. ഏതൊക്കെ പശുക്കളാണ് പറഞ്ഞത്? ഇത് ജാനകി ബ്രീഡ് കാസർഗോഡ്, ഇത് മാളു, ഇത് രണ്ടും കാസർഗോഡാ. ഇത് തഞ്ചാവൂർ കൃഷ്ണ ദേവകി, അത് കാങ്ക്രേജ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രീഡാണ്. പേര് റാണി ലക്ഷ്മി. പിന്നെ തുളസി കൃഷ്ണ ബ്രീഡ്. പിന്നെ ശാരദയുണ്ട്, ശാരദ വെച്ചൂര. ശാരദയുടെ അമ്മ അതും വെച്ചൂര. സീതയുടെ ഏറ്റവും അവസാനം ഉണ്ടായ കുഞ്ഞാണ് ഇത്, ഈ കുഞ്ഞ്. പിന്നെ അത് ബാലാമണി വെച്ചൂര്. ഈ സീതയ്ക്ക് 4 മക്കളുണ്ട്, 2 ആൺപിള്ളാരും 2 പെൺപിള്ളാരും. ഇതാണ് അവസാനം ഇതിന് കാഞ്ചന. ഇത് പഞ്ചമിയും കപിലയ കുഞ്ഞ്. കപില എന്ന് പറഞ്ഞ ബ്രീഡ് ഏത് ബ്രീഡ് വേണേലും ഉണ്ടാവും. ഇപ്പോൾ വെച്ചൂരിനാണേലും കപില ഉണ്ടാവും. അപ്പോൾ ഈ കൃഷ്ണയ്ക്ക് ഉണ്ടായ കപിലക്കുഞ്ഞാണത്. ഗോക്കളുടെ പേരും വംശവും മാത്രമല്ല, അവയുടെ ചെവിയനക്കത്തിന്റെ പൊരുൾ പോലും മനസ്സിലാക്കാനാകും ഈ 10 വയസ്സുകാരി മുകുന്ദയ്ക്ക്. കൊറോണക്കാലത്തെ ലോക്ക്ഡൌൺ നൽകിയ തിരിച്ചറിവാണ് മുകുന്ദയുടെ പിതാവ് ഹരി വിജയകുമാറിനെ ഗോസംരക്ഷണത്തിലേക്ക് നയിച്ചത്. ഞാൻ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഒരു നാടൻ പശുവിൻ്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മൾ കൃഷിയുടെ ആവശ്യത്തിനാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് ഇനിയുള്ള കാലം ഇങ്ങനെ മാറാരോഗങ്ങളും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സ്വന്തം ഭക്ഷണത്തിനുള്ളതും വിഷമില്ലാതെ ഉൽപ്പാദിപ്പിക്കുക, പിന്നെ അങ്ങനെ മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതിന് ഏറ്റവും ഉത്തമമായൊരു കാര്യമാണ് നാടൻ പശുക്കളെ വെച്ച് കൃഷി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൗ ബേസ്ഡ് ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പശുവിൽ നിന്നായിരുന്നു തുടക്കം. 15 ബ്രീഡുകളിൽ നിന്നുള്ള 41 പശുക്കളിലും 15 കാളകളിലും എത്തി ഇപ്പോൾ. കോട്ടയം പള്ളിക്കത്തോടിനടുത്ത് ആനിക്കാട് എന്ന പ്രദേശത്തെ മഹാലക്ഷ്മി ഗോശാല എന്ന പ്രശസ്തിയും. മുകുന്ദയുടെ ഗോപരിപാലനം സമൂഹമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ സുരേഷ് ഗോപി കോട്ടയത്തെത്തിയപ്പോൾ ഗോശാലയും സന്ദർശിച്ചു. ഒപ്പം ഒരു പശുക്കിടാവിനെയും സമ്മാനിച്ചു. പുതിയ അതിഥിക്ക് എന്ത് പേരിടണമെന്ന് ആലോചിച്ചപ്പോൾ സുരേഷ് ഗോപി തന്നെ പേരും നിർദ്ദേശിച്ചു. രമണിയുടെ ചെവിയിൽ സുരഭി മന്ത്രം ചൊല്ലി സ്വീകരിച്ചു മുകുന്ദ. പ്രദക്ഷിണീകൃതാതേന സപ്തദീപാവസുന്ദരാ സർവകാമതുഖേ ദേവി സർവതീർത്ഥേഭിഷേചിനി പാവനേ സുരഭി ശ്രേഷ്ഠേ ദേവി തുഭ്യം നമോസ്തുതേ. ഉൽപാദന രംഗത്ത് സജ്ജമായി വരുന്നതിന് നമുക്ക് എപ്പോഴും ഇതുപോലുള്ള കുഞ്ഞു മക്കളായി പിറന്ന് പിന്നെ വലിയ സംരംഭകരായി മാറേണ്ട
ഒരു കാലം ചിലപ്പം അതിവിദൂരമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഇതുപോലെയുള്ള മക്കളും കൂടി ഉണ്ടാവട്ടെ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും IASകാരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും മാത്രമല്ല, ഇതുപോലുള്ള മനസ്ഥിതിയുള്ള ദൈവീകമായിട്ട് തന്നെ പരിപാലിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും. ഗോശാലയിലെ 42ാം അംഗമായി രമണി ഇനി വളരും മുകുന്ദയ്ക്കൊപ്പം. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം.